എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അകത്തിച്ചീരയുടെ ഗുണങ്ങളും അവ കൃഷി ചെയ്യുന്ന രീതിയുമാണ് കേട്ടോ. അകത്തിച്ചീര എന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക് അറിയായിരിക്കും, ഒത്തിരി പേരുടെ വീടുകളിൽ ഉണ്ടാവുകയും ചെയ്യുമായിരിക്കും. ഇത് ശരിക്കും ചീരയുടെ വർഗ്ഗത്തിൽപ്പെട്ടതാണെങ്കിൽ പോലും ഒരു പയറ് വർഗ്ഗത്തിൽപ്പെട്ട ചെടി കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ ഇലയും നമ്മുടെ ഈ മുരിങ്ങയില പോലെ, മുരിങ്ങയുടെ നമ്മൾ പൂവും കായും ഇലയും ഒക്കെ തോരൻ വെക്കുന്നത് പോലെ തന്നെ ഈ അകത്തിച്ചീരയുടെ പൂവും ഇലയും കായും ഒക്കെ നമ്മൾ തോരനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് രണ്ട് രീതിയിൽ പിടിപ്പിക്കാം. അതിൻ്റെ കമ്പുകൾ കുത്തി പിടിപ്പിക്കാം, അതേപോലെ തന്നെ ഇതിൻ്റെ വിത്തുകൾ നട്ടും നമുക്ക് ഇതേപോലെ തൈകളാക്കിയിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റും. രണ്ട് ടൈപ്പ് അകത്തിച്ചീരയുണ്ട് കേട്ടോ. ചുവന്ന പൂവുണ്ടാവുന്നതും വെളുത്ത പൂവുണ്ടാവുന്നതുമായ അകത്തിച്ചീരയുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് പൂക്കൾ. നമ്മൾ ചെടിയായിട്ട് പോലും നമ്മുടെ മുറ്റത്ത് നട്ട് വളർത്തിയാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ചെടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇത് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ചീരയാണ് കേട്ടോ. നമുക്കിപ്പോൾ കൊളസ്ട്രോള്, BP, ഷുഗർ, തൈറോയിഡ് ഒക്കെ ഇല്ലാത്ത മനുഷ്യർ വളരെ കുറവാണ്. അതൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമ്മുടെ ഈ അകത്തിച്ചീരയ്ക്ക് ഉണ്ട്. അതേപോലെ തന്നെ മൈഗ്രെയിന് ഇതിൻ്റെ ഇല കുത്തിപ്പിഴിഞ്ഞ് നീര് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നട്ടുപിടിപ്പിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ക്യാനുകളിലോ ചാക്കുകളിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ സ്ഥലമില്ലാത്തവർക്ക് നട്ടുപിടിപ്പിക്കാം. ഒത്തിരി ഹൈറ്റായിട്ട് നല്ല മരം പോലെ വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ തന്നെ നടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിത് ഇതിപ്പോൾ എല്ലാ നഴ്സറികളിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു തൈക്ക് 40 രൂപയാണ് വില. ഞാനിപ്പോൾ തൈയായിട്ട് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ഔഷധ ഗുണങ്ങളുള്ളത് കേട്ടതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തുള്ള ചീര ഇല്ല, ഈ അകത്ത് ചീര ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. നമ്മുടെ ഈ വാളൻപുള്ളിയുടെയൊക്കെ ഇലയായിട്ട് സാമ്യമുള്ള ഒരു ചെടിയാണ് കേട്ടോ ഈ അകത്തിച്ചീര. പിന്നെ ഇതെന്ന് വെച്ചാൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇലകളൊക്കെ ഇതേപോലെ ഇങ്ങനെ വാടി പോലെ നിൽക്കും. പകൽ സമയത്ത് ഇത് വിടർന്ന് നിൽക്കും. ശരിക്കും പുളിയിലയുടെ അതേ ഷേപ്പിൽ തന്നെയുള്ള ചെടിയാണ്. പിന്നെ മുരിങ്ങയില പോലെ ഇങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ചെടിയല്ല, നല്ല കട്ടിയുള്ള തണ്ടോട് കൂടിയ അകത്തിച്ചീര മരം പോലെ തന്നെ വളരുന്ന ചെടിയാണ്. എന്നാൽ ഒത്തിരി വലിയ മരമല്ല. അപ്പോൾ നമുക്ക് നടാനായിട്ട് ഞാനിപ്പോൾ ക്യാനാണ് എടുത്തേക്കുന്നത്. ഭാവിയിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മണ്ണിലോട്ട് മാറ്റി നടാം എന്നുള്ള രീതിയിലാണ്. അല്ല, നമ്മൾ മാറ്റി നട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യമുള്ള ഇലയും പൂവും കായൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിത് ഇതിൻ്റെ അടിയിൽ കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ സാധാരണ പൊട്ടി മിക്സ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ചാണകപ്പൊടി, ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇത്രയും സാധനങ്ങൾ സാധാരണ നമ്മുടെ പോട്ടി മിക്സ് തന്നെയാണ് ഇതിന് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കത് തന്നെ മതി കേട്ടോ. സാധാരണ പോട്ടി മിക്സ് തന്നെ മതി ഇത് നട്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഈ കുറച്ച് മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുന്നുണ്ട്. മാറ്റി വയ്ക്കുന്ന വെച്ചാൽ നമുക്ക് നടുക്കിലോട്ട് തന്നെ ഇട്ട് കൊടുക്കണമല്ലോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ഇറക്കി വെക്കാൻ വെച്ചാൽ ക്യാൻ ഫുള്ളായിട്ട് നിറയ്ക്കേണ്ട ആവശ്യമില്ല. അത് അത്ര വളരുന്ന ചെടിയാണല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നീലമരി ചെടി നട്ടില്ലേ, അതേപോലെ തന്നെ നമുക്ക് കുറ്റിയായിട്ട് തന്നെ വളരുന്നൊരു ചെടി തന്നെയാണിത്. അപ്പോൾ നമുക്ക് എല്ലാ വീടുകളിലും നട്ട് വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാകുമ്പോൾ നമുക്ക് വീടുകളിൽ നട്ട് വളർത്താമല്ലോ. ഇപ്പോൾ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്കും നടാം, അതേപോലെ തന്നെ ഇലക്കറികൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ നട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇത്രയും ഔഷധ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗം ഉള്ളതുമായിരിക്കും. കണ്ടോ, ഇതിപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് മണ്ണ് ഞാനിത് ഇങ്ങനെ എടുത്തപ്പോൾ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുഴപ്പമില്ല, വേറൊന്നും പൊട്ടിപ്പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നട്ട് കൊടുക്കാം. നടുക്കുന്ന കുറച്ച് മണ്ണ് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് സാധാരണ പോലെ മണ്ണിട്ട് കൊടുക്കാം. പോട്ടി മിക്സ് ഇതേപോലെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന വളം തന്നെ ഇട്ട് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് കീടബാധകളൊന്നും ഇതിന് വരില്ല എന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടോ. വെച്ചാൽ പ്രത്യേകിച്ച് കീടബാധകളൊന്നുമില്ല. നല്ല രീതിയിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് വളർന്നു നിൽക്കുന്ന നല്ല ഭംഗിയായിട്ട് വളരുന്ന കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ഒരു ചീര കൂടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ട് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോരനായിട്ട് നമ്മൾ മുരിങ്ങയില പോലെ അതേപോലെ തന്നെ നമ്മൾ ചീര പോലെയൊക്കെ നമുക്ക് ഇലകൾ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു അകത്തിച്ചീരയുടെ തൈ നിങ്ങളുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ പറമ്പിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്